ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടയില്ലാതെ മണിക്കൂറുകളുടെ പണിയുമില്ലാതെ കല്യാണ വീടുകളിലെ പാലട പായസത്തിൻ്റെ അതേ രുചിയിലുള്ള ഒരു പാലട പായസമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ അടയില്ലാതെ പാലട പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ ഈ പായസം റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് മാക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഈ മാക്രോണി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൾസ് മോഡിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക. കുറച്ചൊരു വലിയൊരു തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ ഇത് പൊടിച്ചെടുക്കാൻ. ഇത് ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോകരുത്. കണ്ടോ, ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോയാൽ അടയുടെ ആ ഒരു രീതിയിൽ കിട്ടൂല. അപ്പോൾ ഇത് കുറച്ച് വലിയ തരിയായിട്ട് ഒരു 2-3 തവണ പൾസ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി പായസം റെഡിയാക്കി എടുക്കാനുള്ള ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു ഉരുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കുക. നമ്മൾ ഈ പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ പഞ്ചസാര ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യാതെ ഇത് മെൽറ്റായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിരുന്നാൽ മതി. ഇതിങ്ങനെ സാവധാനം മെൽറ്റായിട്ട് വരും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇത് ഉരുളി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. പഞ്ചസാര ഇതുപോലെ കാരമലൈസായി വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയം ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഡാർക്ക് കളറായിട്ട് വല്ലാത്തൊരു കയ്പ്പ് ടേസ്റ്റ് ആയിട്ട് മാറും. നമുക്കിതൊരു ലൈറ്റ് ഗോൾഡൻ കളർ മതി. ഈ ഒരു ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ബട്ടർ നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് വരണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഈ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഈ ബട്ടർ നല്ലോണം മെൽറ്റായിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇനി നിങ്ങളുടെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒറിജിനൽ പാലട പായസത്തിൻ്റെ ആ ഒരു രുചി നമുക്ക് കിട്ടുന്നത്. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുക. പാൽ ഞാൻ ആദ്യം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാൽ ചൂടോട് കൂടിയിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ 1 കപ്പ് മാക്രോണിയിലേക്ക് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും പകുതിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പാൽ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ നിറം മാറുന്നത് കണ്ടില്ലേ? പാലട പായസത്തിൻ്റെ ആ ഒരു കളർ വന്നില്ലേ ഇപ്പോൾ? ഇങ്ങനെ ചെയ്യുമ്പോൾ പാലട പായസത്തിൻ്റെ ആ ഒരു കളറും വരും, അതേ ടേസ്റ്റും ആയിരിക്കും. ഇനി ഇതിലെ പഞ്ചസാര കാരമലൈസ് ആയത് നല്ലതുപോലെ മെൽറ്റായിട്ട് ഈ പാലിൽ യോജിച്ച് വന്നാൽ ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ പാല് നല്ലതുപോലെ തിളച്ച് വന്ന് കാരമലൈസ് ആയത് ഈ പാലിൽ നല്ലതുപോലെ മെൽറ്റായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം പാലൊന്ന് തിളപ്പിച്ചിട്ട് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ചൂടോട് കൂടിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലാതെ തണുത്ത പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ഇനി ഈ പാലൊന്ന് തിളച്ച് വരണം. നമ്മൾ സാധാരണ അട കൊണ്ട് പാലട പായസം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയമെടുത്താണ് അത് ഉണ്ടാക്കിയെടുക്കാറ്. എന്നാൽ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ പാലട പായസം കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ച മാക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മാക്രോണി ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ മാക്രോണി ആദ്യം വേവിച്ചെടുത്തിട്ട് അതിലേക്ക് പാലും പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് പായസം ഉണ്ടാക്കിയാൽ അത് അത്ര രുചിയുണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് കല്യാണ വീടുകളിൽ നിന്ന് സദ്യക്കൊപ്പം കിട്ടുന്ന പാലട പായസത്തിൻ്റെ അതേ ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിതിൽ മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ മധുരം ചേർത്ത് കൊടുക്കുക.
മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ നിങ്ങളുടെ അടുത്ത് ഏതാണുള്ളത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ മാക്രോണി നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കുക കേട്ടോ. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഈ മാക്രോണി നല്ലതുപോലെ വെന്ത് വരുന്ന സമയത്ത് പാല് നല്ലതുപോലെ കുറുകി പാലട പായസം പോലെ നല്ല ടേസ്റ്റിൽ സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഈ മാക്രോണി നല്ലതുപോലെ വെന്ത് പാലൊക്കെ നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ അട കൊണ്ട് പായസം ഉണ്ടാക്കിയതുപോലെ തന്നെയുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഏലക്കപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ പായസത്തിന് ഈ ഒരു ലൂസാണ് വേണ്ടത്. ഇനി ഇത് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഗീ മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ കാഷ്യൂ നട്ട്സ് ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് റൈസിൻസും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 കളറിലുള്ള ഉണക്കമുന്തിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ റൈസിൻസും കണ്ടോ നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇത് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ പായസം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മാക്രോണി വെച്ചിട്ടുള്ള പാലട പായസത്തിൻ്റെ അതേ രുചിയിലുള്ള പാലട പായസം നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്ക് ഈ പായസം കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ കൊടുക്കുമ്പോൾ ഇത് മാക്രോണി വെച്ചിട്ടുണ്ടാക്കിയതാണെന്ന് പറയുകയേ ഇല്ല. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. പാലട പായസം കുടിക്കുന്നത് പോലെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്രോണി വെച്ചിട്ട് ഇതുപോലെ പായസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്